ഹലോ ഗായ്സ്, വെൽക്കം ടു ശ്രീമാത്സ്. ഇന്ന് നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ PSC അതുപോലുള്ള ഏത് എക്സാംസിനും സ്പീഡിൽ എങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാതെ മാത്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകൾ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ലെങ്തി ആയിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് കുറേ ടൈം എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിന് വളരെ തുച്ഛമായിട്ടുള്ള സമയമേ കാണത്തുള്ളൂ. ആ സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് വെച്ചാൽ 2⁻½ ആണ് സ്ക്വയർ റൂട്ടിനെ പറ്റിയുള്ള ഇത്. ക്യൂബിക് റൂട്ട് ഓഫ് 5 എന്ന് വെച്ചാൽ 5⁻⁴ ആണ്. ഫോർത്ത് റൂട്ട് ഓഫ് എക്സ് എന്ന് വെച്ചാൽ x⁻⁴ ആണ്. ഏത് റൂട്ടാണോ വരുന്നത് റേസ് ടു പവർ, ഇപ്പോൾ സ്ക്വയർ റൂട്ടാണെങ്കിൽ 1/2, ക്യൂബിക് റൂട്ടാണെങ്കിൽ റേസ് ടു 1/3. ഇനി 10th റൂട്ട് ഓഫ് എ ആണെങ്കിൽ a⁻1/10. ഇങ്ങനെയുള്ള ചെറിയ ഞുളുക്കിയൊടുക്ക് വിദ്യകൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് സ്പീഡിൽ ഓരോ കണക്കുകളും നമ്മളെ കുഴയ്ക്കാൻ വേണ്ടി അവർ ഇങ്ങനെ കുറേ ഇതായിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ മതി, പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതുപോലെ എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്ന 1 ആണ്. a⁻⁴ 5⁻⁴ 1/x ⁻⁴ 1 p⁻⁴ എനി ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് സ്ക്വയർ റൂട്ടിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സ്ക്വയർ റൂട്ട് അങ്ങ് ക്യാൻസൽ ആകും. അത് മനസ്സിലാക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ 3, സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ 10, സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ 5. ഏത് സ്ക്വയർ റൂട്ട് തന്നു കഴിഞ്ഞാലും അത് സ്ക്വയർ ചെയ്യുമ്പോൾ ആ റൂട്ട് അങ്ങ് ക്യാൻസലാകും. ഇപ്പം a⁵ എന്നുള്ളത് നമ്മൾ 1/, എന്ന് എഴുതുകയാണെങ്കിൽ 1/a⁻⁻5. a⁻½ ആണെങ്കിൽ 1/, എഴുതുകയാണെങ്കിൽ 1/a⁻⁻². ഇതൊക്കെ ഇതിൻ്റെ പ്രിലിമിനറി ആണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഞൊടുക്ക് വിദ്യകൾ മനസ്സിലാക്കിയാൽ. എ സ്ക്വയർ ആണെങ്കിൽ 1/a⁻². നെക്സ്റ്റ് കുറേ മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുക. 2√3, 3√5, 2√7, 5√2. ഇങ്ങനെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ 4 നമ്പേഴ്സിൽ വിച്ച് ഈസ് ഗ്രേറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ഈസ് ഗ്രേറ്റർ എന്നാണ് അത് ചോദിച്ചത്. കാണാൻ വേണ്ടി ഇതൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയാൽ മതി ഓരോന്നും. 2√3 സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4, 4 × 3 √3ൻ്റെ സ്ക്വയർ 12 വരും. നെക്സ്റ്റ് 3√5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ 9, മറ്റേ 5 45 വരും രണ്ടാമത്തേൻ്റെ വാല്യൂ. മൂന്നാമത്തേത് അത് മനസ്സിൽ തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. 4 × 3 12, 9 × 5. ഈ റൂട്ടിൻ്റെ സ്ക്വയർ വരുമ്പോൾ റൂട്ട് മാറും. 45. ഇനി 2√7ൻ്റെ സ്ക്വയർ വരുമ്പോൾ 4 × 7, √7ൻ്റെ സ്ക്വയർ വരുമ്പോൾ 28. ഇനി 5√2 അതിൻ്റെ സ്ക്വയർ. എല്ലാം ഒന്ന് സ്ക്വയർ ചെയ്ത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. ഇത് അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. 5√2ൻ്റെ സ്ക്വയർ 25 × 2 50. ഇവിടെ അതൊക്കെ കിട്ടുക 12, 45, 28, 50. അപ്പോൾ ഈ നമ്പറാണ് ഏറ്റവും വലിയ നമ്പർ. ഏറ്റവും സ്മാളർ നോക്കിയാൽ അതാണ് ചോദിക്കുന്നതെങ്കിൽ ഈ നമ്പർ എഴുതിയാൽ മതി, സ്മാളർ നമ്പർ. മൾട്ടിപ്പിൾ ചോയ്സ് തന്നിട്ട് ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ സ്ക്വയർ ചെയ്ത് നോക്കിയാൽ മതി. സ്ക്വയർ ചെയ്യാൻ എളുപ്പമാണ്. 2√3 ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതിനാ √3 സ്ക്വയർ എന്ന് പറയുന്നത് എന്തുവാന്ന് പറഞ്ഞ് 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ √3യുടെ സ്ക്വയർ 3, അതായത് 12. 3√5ൻ്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ 9, √5ൻ്റെ സ്ക്വയർ 5, 45. അടുത്തത് 2√7 സ്ക്വയർ ചെയ്യുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4, √7ൻ്റെ സ്ക്വയർ 7, ദാറ്റ് ഈസ്
28. നെക്സ്റ്റ് 5 റൂട്ട് 2ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ 25, റൂട്ട് 2ൻ്റെ സ്ക്വയർ 2, ദാറ്റ് ഈസ് 50. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 5 റൂട്ട് 2, ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 2 റൂട്ട് 3. അങ്ങനെ നോക്കിയാൽ മതി. നെക്സ്റ്റ് 1 into 3 minus 2 into 5 plus 3 into 1/3. ഇങ്ങനെ പറയുമ്പോൾ ഈ ഇൻറ്റും ഡിവിഷനും ഉള്ളത് സെപ്പറേറ്റ് ഇട്ടിട്ട് ചെയ്യണം. അല്ലാതെ 1 - 3 1 into 3 - 2 അങ്ങനെ ചെയ്യരുത്. അവർ ബ്രാക്കറ്റൊന്നും തന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെ ആയിരിക്കും തരുന്നത്. 1 into 3 minus 2 into 5 plus 3 into 1/3. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും 3 minus 10 plus 1. 3 plus 1 3 plus 1 4. 4 minus 10 equal to -6. അതായത് ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉള്ളത് ആദ്യം ചെയ്തതിന് ശേഷം മാത്രമേ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാവൂ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷമേ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാവൂ. ഇനി 2 ഫ്രാക്ഷൻസ്, 3 ഫ്രാക്ഷൻസ് 1/2 പ്ലസ് 1/3 പ്ലസ് 1/6 ഇങ്ങനെ വരുമ്പോൾ നമ്മൾ LCM ഇതിൻ്റെ 6ൻ്റെ LCM പിന്നെ 2ൻ്റെ എത്ര ടേബിൾ ചൊല്ലിയാലും 6 കിട്ടും. 3 plus 3 into 2 6 plus 1 6/6 equal to 1. ഇനി ഡിനോമിനേറ്റേഴ്സ് ലാർജറും ന്യൂമറേറ്റേഴ്സ് സ്മോളറും ആണെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ 2/5 1/7. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ അടിയിലുള്ള സംഖ്യ, ഇത് ഗ്രേറ്ററും ന്യൂമറേറ്റർ സ്മോളറും ആണെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. പിന്നെ തിരിച്ച് 3/2 7/5 10/3 ഇതിനെയൊക്കെ നമ്മളിവിടെ ന്യൂമറേറ്റേഴ്സാണ് ഗ്രേറ്റർ. ന്യൂമറേറ്റേഴ്സ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റേഴ്സ്, അടിയിലുള്ളത് ചെറുതാണ്. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. ന്യൂമറേറ്റർ ലാർജർ ആയിരിക്കും ഡിനോമിനേറ്ററേക്കാൾ. പ്രോപ്പർ ഫ്രാക്ഷൻസ് ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. ഇനി മിക്സഡ് ഫ്രാക്ഷൻസ് 1 and 2/3 ഇങ്ങനെ വന്നാൽ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാം. മിക്സഡ് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്ത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് ഇതുകൂടെ കൂട്ടി, അതായത് 1 into 3 plus 2 divided by 3 that is 3 plus 2. ഇത് ഒന്ന് ചെയ്യണം, ഞാൻ പറഞ്ഞേ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെയ്യണം. 3 plus 2 5/3 എന്ന് വരും അതിൻ്റെ ആൻസർ. ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. നെക്സ്റ്റ് 2 and 1/5. അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മിക്സഡ് ഫ്രാക്ഷനെ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 2 into 5 plus 1/5 ദാറ്റ് ഈസ് 10 plus 11/5. അത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 5 10 1 11/5. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. 2 and 1/5 അത് മനസ്സിൽ അപ്പം തന്നെ മെൻ്റൽ കാൽക്കുലേഷൻ ചെയ്യാൻ. 5 10 1 11/5 ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക, ഇത് ആഡ് ചെയ്യുക ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കാൻ. നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസിൻ്റെ ഡിവിഷൻ എങ്ങനെയാ നോക്കാം. 1/2 divided by 3/4. ഇത് ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എന്നൊരു വാക്കുണ്ട്. റെസിപ്രോക്കൽ മീൻസ് വ്യുൽക്രമം എന്ന് പറയും മലയാളത്തിൽ. റെസിപ്രോക്കൽ ഓഫ് 3/4 എന്ന് പറഞ്ഞാൽ അത് നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. 1/2 ആണെങ്കിൽ 2/1, 5/4 ആണെങ്കിൽ 4/5. ആ ഫ്രാക്ഷൻ നേരെ അങ്ങ് തിരിച്ചിടുക. ഇങ്ങനെ 2 ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ വന്നാൽ അടിയിലുള്ള ഫ്രാക്ഷൻ തിരിച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി. 4/3 അപ്പോൾ 2/3 വരും. ഇത് കട്ട് ചെയ്താൽ 2/3 വരും.
രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ വേറെണ്ണം പറയാം. 3/5 ഡിവൈഡഡ് ബൈ 4/7. താഴെയുള്ളതിൻ്റെ റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു ചെയ്താൽ മതി. റെസിപ്രോക്കൽ നേരെ തിരിച്ചിടുക. രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ പറയാം. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. 1/3/4/5 ഈക്വൽ ടു 1/3. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിട്ട് ഇൻറ്റു ചെയ്യുക. താഴത്തെ ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ നേരെ റെസിപ്രോക്കൽ വ്യുൽക്രമം, അതായത് നേരെ തിരിച്ചിട്ട് ഇൻറ്റു ചെയ്യുക. അതായത് 5/12 1 5 3 4. നെക്സ്റ്റ് നെഗറ്റീവ് നമ്പേഴ്സിനെ പറ്റി നോക്കാം. ഇൻറ്റിജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, ഇങ്ങനെ അങ്ങോട്ട് പോകും. നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് സൈഡിലേക്ക് പോകും തോറും ഈ ന്യൂമറിക്കൽ വാല്യൂ കൂടി വന്നാലും കുറഞ്ഞാണ് വരുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകും തോറും ഇൻഫിനിറ്റിയിലേക്ക് കൂടി വരും. സീറോയുടെ ലെഫ്റ്റിലേക്ക് പോകും തോറും നമ്പറിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഇത് കുറഞ്ഞു വരും നെഗറ്റീവ് ആയതുകൊണ്ട് ഇടത്തോട്ട് പോകും തോറും. ഇനി ഒരു നെഗറ്റീവ് സംഖ്യയും വേറൊരു നെഗറ്റീവ് സംഖ്യയും കൂടെ ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. ഒരു നെഗറ്റീവ് സംഖ്യയെ നെഗറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്താലും പോസിറ്റീവ് വരും. നെഗറ്റീവ് നമ്പറിനെ ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ്. -1 ഇൻറ്റു -5 ഈക്വൽ ടു 5. 1ഉം 5ഉം കൂടെ സിംപ്ലി ഇൻറ്റു ചെയ്യുക. ഇത് മൈനസ് പോസിറ്റീവ്. -6 ഇൻറ്റു -2 പോസിറ്റീവ് 12. -6 ഡിവൈഡഡ് ബൈ -2, അതായത് 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നെഗറ്റീവ് ഡിവൈഡ് ചെയ്താലും പോസിറ്റീവ് നമ്പറാണ്. നെഗറ്റീവ് ഇൻറ്റു ചെയ്താലും പോസിറ്റീവ് നമ്പറാണ്. നെക്സ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവും മറ്റേത് പോസിറ്റീവും ആയാൽ ആൻസർ നെഗറ്റീവ് വരും. ഏതെങ്കിലും ഒരു സംഖ്യ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ നെഗറ്റീവ് നമ്പർ വരും. നെക്സ്റ്റ് -5 + 10. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളിലുള്ള ഇത് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇതെപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, അതായത് 5. വലിയ സംഖ്യയുടെ ഇതിൽ ന്യൂമറിക്കൽ വാല്യൂ നോക്കിയാൽ വലിയ സംഖ്യയുടെ സൈൻ കൊടുക്കുക, പോസിറ്റീവ്. നെക്സ്റ്റ് +5 -13. ഇവിടെ രണ്ട് ഇത് വരുന്നുണ്ട്, രണ്ട് ഡിഫറൻറ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 13 × 5 = 8. വലുതിൻ്റെ ചിഹ്നം വലിയതിൻ്റെ സൈൻ കൊടുക്കുക. നെക്സ്റ്റ് -5 + 20. ഇങ്ങനെ വരുമ്പോൾ രണ്ട് ഓപ്പോസിറ്റ് സൈൻസ് ആണ് വരുന്നത്. വലുതിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. 25 = 15. വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. -12 + 10. ഇത് വലുതിൽ നിന്ന് ചെറുത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. 12 ൽ നിന്ന് 10 = 2. വലുതിൻ്റെ സൈൻ കൊടുക്കുക. വലിയ ന്യൂമറിക്കൽ ഇത് വലിയ സംഖ്യയുടെ സൈൻ കൊടുക്കുക. നെക്സ്റ്റ് -5 + 3. ദാറ്റ് ഈസ് 5 ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. വലുതിൻ്റെ വലിയ 5ൻ്റെ വലിയ സംഖ്യയുടെ സൈൻ കൊടുക്കുക. നെക്സ്റ്റ് -8 + 6. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 2. വലുതിൻ്റെ സൈൻ കൊടുക്കുക. വലിയ ഇവിടെ 8ൻ്റെ സൈൻ കൊടുക്കുക. ഇവിടെ 8 6 വലുത് 8ൻ്റെ സൈൻ കൊടുക്കുക. നെക്സ്റ്റ് രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യാൻ വന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യാൻ വന്നാൽ രണ്ടും കൂടെ സിമ്പിളായിട്ട് ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ കൊടുക്കുക. -3 + -10 ഈക്വൽ ടു -13. -5 + -20 ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക. രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യാൻ വന്നാൽ
ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. -2 + -7 = 2 നെഗറ്റീവാണ്. നെഗറ്റീവ് സൈൻ കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒരു നെഗറ്റീവും കൂടെ ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ്. ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ അടിയിലുള്ള ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു ചെയ്യുക. ഇനി 5 - -1 ഈ 2 നെഗറ്റീവ് അടുത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആകും, പ്ലസ് ആകും. = നെഗറ്റീവ് വന്നാൽ ചുമ്മാ അങ്ങ് ആഡ് ചെയ്യുക വേണ്ടു. 3 - -1 = 3 + 1 = 4. മൈനസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ മതി. 7 - -2 = 9. 7 + 2 എന്ന് വരും. അത് +2 നമ്മുടെ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. മൈനസും കൂടെ അങ്ങ് പോസിറ്റീവ് ആകുമെന്ന്. 5 - -3 = 8. ഇനി -5 - -2 എന്നാണെങ്കിലോ -5 + 2 വലുതിന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. 5 2 3 ഇവിടെ 5ൻ്റെ. നെക്സ്റ്റ് 1 + √3/1 - √3. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ്? ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഇതിൻ്റെ നേരെ ഈ മൈനസ് ഉള്ളിടത്ത് പ്ലസ് ഇട്ട് താഴെ മുകളിൽ ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇവിടെ 1 + √3 ഉണ്ടായിരുന്നു. 1 - √3 × 1 + √3 താഴെ മുകളിലും വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ അത് കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 + √3 the whole square by ഈ a + b × a - b എന്നൊരു ആൾജിബ്രൈക് ഐഡൻറ്റിറ്റി ഉണ്ട്. a² - b², that is 1 - √3² that is equal to ഇവിടെ a + b the whole square, a + 2√3 + √3ൻ്റെ സ്ക്വയർ അതായത് 3 / 1 - 3 = 1 + 2√3 + 3 / -2 that is equal to 1 + 3 4 + 2√3 / -2. ഈ 2 ഇത് ക്യാൻസൽ ആയാൽ 2 + √3 / -1. മൈനസ് ഇതിനകത്തോട്ട് കയറ്റി ഇൻറ്റു ചെയ്യും. മൈനസ് ഓഫ് 2 + √3 എന്ന് വരും. -2 + √3 അല്ലെങ്കിൽ അവർ ചോയ്സിൽ തന്നേക്കുന്ന -2 - √3. ഇങ്ങനെ ഈ മോഡലിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് താഴെ മുകളിലും ഇൻറ്റു ചെയ്യുക, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ. നെക്സ്റ്റ് 2 സംഖ്യകളുടെ തുക, അതായത് സമ്മ് 90 ആണെന്നിരിക്കട്ടെ. 2 സംഖ്യകളുടെ ഡിഫറൻസ് വ്യത്യാസം 50 ആണെന്നിരിക്കട്ടെ. വ്യത്യാസം അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ വലിയ സംഖ്യകൾ ഏത്, അല്ലെ ചെറിയ സംഖ്യ ഏത്, അല്ലെ സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. അപ്പോൾ വലിയ സംഖ്യ കാണാൻ എളുപ്പമാണ്. വലിയ സംഖ്യ കാണാൻ ഇത് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 140/2 അതായത് 70 വരും. ഇവിടെ വലിയ സംഖ്യ 70. ഇനി ചെറിയ സംഖ്യ കാണാൻ അല്ല സ്മാളർ നമ്പറാണ് ചോദിച്ചെങ്കിൽ ചെറിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് 50 90 50 40 40/2 20. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 വരും. രണ്ടിൻ്റെ ഡിഫറൻസ് 50 വരും. അങ്ങനെ സമ്മും ഡിഫറൻസും തുകയും വ്യത്യാസവും തന്നാൽ വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. 2 സംഖ്യകളുടെ തുക അതായത് സമ്മ് 100 ആണ്, വ്യത്യാസം ഡിഫറൻസ് 60 ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ, ഒന്നുകിൽ സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റർ നമ്പർ ഏതാണ്, സ്മാളർ നമ്പർ. നമുക്ക് സംഖ്യ കണ്ടുപിടിച്ചാൽ ഏത് വേണേലും എഴുതാം. ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എഴുതാം. അതായത് രണ്ടും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുക വലിയ സംഖ്യ കാണാൻ. ഗ്രേറ്റർ നമ്പർ കാണാൻ എന്ത് ചെയ്യണം? ഗ്രേറ്റർ നമ്പർ കാണാൻ 160/2 അതായത് 80. സ്മാളർ നമ്പർ കാണാനോ? സ്മാളർ നമ്പർ ചെറിയ സംഖ്യ കാണാൻ ഇതിൽ നിന്ന് കുറയ്ക്കുക 40/2 20. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടും. രണ്ടിൻ്റെയും വ്യത്യാസം 60 കിട്ടും. അങ്ങനെ 2 സംഖ്യയുള്ള തുക
രണ്ട് സംഖ്യകളുടെ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ സംഖ്യകൾ കാണാൻ പറഞ്ഞാൽ അത് രണ്ടും സംഖ്യ കണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാം. അല്ല വലിയ സംഖ്യ ചോദിച്ചെങ്കിൽ ആ കിട്ടിയതിലെ വലിയ സംഖ്യ എഴുതുക, ചെറിയ സംഖ്യ ചോദിച്ചെങ്കിൽ കിട്ടിയതിലെ ചെറിയ സംഖ്യ എഴുതുക. ഇനി നമ്മൾ ഇങ്ങനെയുള്ള കണക്കുകൾ കണ്ടിട്ടുണ്ട്. 10 divided by 3, 3 3s are 9, 1 പറ്റാത്തതുകൊണ്ട് ഇവിടെ പോയിന്റ് കൊടുക്കും. 3 3s are 9. ഇത് അവസാനിക്കുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് 3.3333 റെക്കറിങ് ഡെസിമൽ എന്ന് പറയും ഇതിന്. റെക്കറിങ് ഡെസിമൽസ് അതായത് ആവർത്തിച്ച് വരുന്ന ദശാംശം സംഖ്യ. റെക്കറിങ് ഡെസിമൽസ് റിപ്പീറ്റ് ചെയ്ത് വരും. ഇങ്ങനെ വേറൊരു ഇത് പറയാം, നോക്കാമല്ലോ. അപ്പോൾ 0.212121 ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര സംഖ്യയാണോ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ആ സംഖ്യ അങ്ങ് എഴുതിയിട്ട് 2 സംഖ്യ റിപ്പീറ്റ് ചെയ്തെങ്കിൽ 99. ഇനി 265 അങ്ങനെ റിപ്പീറ്റ് ചെയ്തെങ്കിൽ ആ സംഖ്യ അങ്ങ് എഴുതുക. എന്നിട്ട് എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്തോ അത്രയും 9 എഴുതുക താഴെ. അതാണ് ആൻസർ. നെക്സ്റ്റ് 0.343434 ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനെ എക്സ് എന്ന് എടുക്കുക, ഇത് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 100x എടുക്കുക, ആ ഇക്വേഷനിൽ നിന്ന് കുറയ്ക്കുക, എന്നിട്ട് കുറേ ലെങ്തിയാണത്. അത് നോക്കണ്ട. ഇവിടെ എത്ര ആണോ റിപ്പീറ്റ് ചെയ്തത് അത് എഴുതുക, ആ സംഖ്യ മുകളിൽ എഴുതുക. എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 2 സംഖ്യ, അതുകൊണ്ട് 99 ആണ് വാല്യൂ. നെക്സ്റ്റ് y മൈനസ് എ ഇൻറ്റു y മൈനസ് ബി ഇൻറ്റു y മൈനസ് സി എക്സെട്ര y മൈനസ് ഇസഡിൻ്റെ വില എത്ര? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ്? അപ്പോൾ വൈയുടെ സ്ഥാനത്ത് ഏത് വേണേലും വരാം, എക്സോ പിയോ. അപ്പോൾ ഇങ്ങനെ വേണേലും വരാം. പി മൈനസ് എ ഇൻറ്റു പി മൈനസ് ബി ഇൻറ്റു എക്സെട്ര പി മൈനസ് ഇസഡ്. ഇങ്ങനെ വരുമ്പോൾ ഈ എ ബി സി എക്സെട്ര ഇസഡ് വരെയുള്ള ടേംസ് വരും. എക്സെട്ര പറയുന്നുണ്ടല്ലോ, ഇതിൽ വൈ മൈനസ് വൈ എന്നൊരു ടേം വരും. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എ ബി സി ഡി അങ്ങനെ വരുമ്പോൾ ഇസഡ് വരെ വരുമല്ലോ. അപ്പോൾ ആ വൈ മൈനസ് വൈ എന്നുള്ള ടേം 0 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ പ്രോഡക്റ്റ്, ഇതിൻ്റെ വാല്യൂ 0 ആണ്. അത് ഓർത്തിരുന്നാൽ മതി. ഇവിടെ പി മൈനസ് എ പി മൈനസ് ബി പി മൈനസ് സി എക്സെട്ര പി മൈനസ് പി എന്ന് പറയുന്ന ഒരു ടേം വരും. അത് 0 ആണല്ലോ. എന്തോ അതിൽ നിന്ന് അത് തന്നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് ഈ വാല്യൂ നമുക്ക് 0 വരും. നെക്സ്റ്റ് ആവറേജ്. ൺ 160 സെൻറ്റിമീറ്റർ, 200 സെൻറ്റിമീറ്റർ, 300 സെൻറ്റിമീറ്റർ are the measures of 3 posts. Then find the average. ആവറേജ് കാണാൻ ഏതാണോ ഇപ്പോൾ 5 6 3 അങ്ങനെ 3 ഐറ്റത്തിൻ്റെ 3 ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ ആ ഒന്നും കാണാനില്ല, അത് 3ഉം കൂടെ കൂട്ടി 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. നാല് ഐറ്റം അതെന്നെങ്കിൽ ആ 4 മെഷറും കൂടെ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഐറ്റംസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സം ഓഫ് ഐറ്റംസ് തന്നിരിക്കുന്നത് എല്ലാം കൂടെ കൂട്ടി, ഇപ്പം 4 ഐറ്റം അതെന്നെങ്കിൽ ആ 4ഉം കൂടെ കൂട്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 ഐറ്റം തന്നേക്കുന്നത് അത് 10 മെൻ്റൽ കാൽക്കുലേഷൻ മതി. നെക്സ്റ്റ് 0.621 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ ഇത് പോയിന്റ് കിടക്കുന്നിടത്തുനിന്ന് നേരെ റൈറ്റിലോട്ടാണ് വരേണ്ടത്. 10 100 മൾട്ടിപ്ലിക്കേഷൻ ബൈ 10 100 1000 10,000 എക്സെട്ര. ഒരു ഡെസിമലിനെ നമ്മൾ 10 വെച്ച് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ കടന്നിടത്തുനിന്ന് ഇവിടെ ദശാംശ സ്ഥാനം ഇവിടെ കിടന്ന പോയിന്റ് അവിടെ നിന്ന് ഒരു സ്ഥാനം വലത്തോട്ട് മാറും.
അതായത് 6.21 10 വെച്ച് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ. നെക്സ്റ്റ് 0.621 ഇൻറ്റു 100 ആണെങ്കിൽ 2 സ്ഥാനം വലത്തോട്ട് മാറും. ഇവിടെ 1 2 2 സ്ഥാനം വലത്തോട്ട് മാറിയിട്ട് പോയിൻ്റ് ഇടും. നെക്സ്റ്റ് 0.621 ഇൻറ്റു 1000 ആണെങ്കിൽ ആ പോയിൻ്റ് കടത്തടത്തുനിന്ന് റൈറ്റിലേക്ക് 3 സ്ഥാനം മാറും. അതായത് 621 ഇവിടെ പോയിൻ്റ് വരും. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞാൽ ഒന്നുമില്ല, 621. പിന്നെ പോയിൻ്റ് കഴിഞ്ഞ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ 0 വേണം ഇടാം. 0 ഇട്ടില്ലെങ്കിൽ വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. ഇനി സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതാൻ പറയും. റൈറ്റ് ദ ഡെസിമൽ ദ സ്റ്റാൻഡേർഡ് ഫോം. അതായത് 0.00621 ഇതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതാൻ പറയാം. സ്റ്റാൻഡേർഡ് രൂപം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടത്ത് വശത്ത് ഒരു പോയിന്റിന് മുമ്പ് ഒറ്റ സംഖ്യ ഉണ്ടായിരിക്കണം, ഒരു സംഖ്യ. അതായത് 6.21 എന്ന് വരണം ഇൻറ്റു. അപ്പോൾ ഈ 6.21 ഇടത്ത് ഒരു സംഖ്യ, ഇവിടെ 0 ആയതുകൊണ്ട് അതിന് വാല്യൂ ഇല്ല. ഇവിടെ 6 കഴിഞ്ഞിട്ട് ആ പോയിന്റ് വരണമെങ്കിൽ 3 സ്ഥാനം വലത്തോട്ട് മാറണം. 3 സ്ഥാനം വലത്തോട്ട് മാറണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എത്ര വെച്ച് ഇൻറ്റു ചെയ്യണം? 1000 വെച്ചിട്ട്. അതായത് 0.00621 ഇൻറ്റു 1000 വെച്ച് ഇൻറ്റു ചെയ്യണം. 1000 വെച്ച് ഡിവൈഡും ചെയ്യണം, വിലയ്ക്ക് വ്യത്യാസം വരരുതല്ലോ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായി 6.21 ഇൻറ്റു ഇവിടെ ബൈ 1000 എന്ന് പറഞ്ഞാൽ ബൈ 10³ അല്ലേ? അത് മുമ്പേ ഞാൻ പറഞ്ഞു. മുകളിൽ വരുമ്പോൾ ഇൻറ്റു 10⁻³ എത്ര വലത്തോട്ട് മാറുന്നോ അതിനനുസരിച്ച് 10ൻ്റെ പവർ. ഇവിടെ 10³ ആണെങ്കിൽ 10⁻³ സ്റ്റാൻഡേർഡ് ഫോം. ഇപ്പോൾ 3.14 ഇൻറ്റു 10⁸. 3.14 എന്ന് പറയുന്നത് ഇവിടെ ഡെസിമലിന് മുമ്പ് ഒറ്റ സംഖ്യ വരുന്നതിനാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. വേറെ ഒരെണ്ണം നോക്കാം. 0.00218 അതിന് സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതാം? ഇവിടെ എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 2 കഴിഞ്ഞാണ് പോയിന്റ് വരേണ്ടത്. അതുകൊണ്ട് 0.00218 ഇൻറ്റു എത്ര സ്ഥാനം വേണം? 1 2 3 4 1000 വെച്ച് ഇൻറ്റു ചെയ്യണം. താഴെ ഇത് മാറ്റം വരാതിരിക്കാൻ വേണ്ടി 1000 വെച്ച് ഡിവൈഡും ചെയ്യണം. ഇത് അന്നേരം ഇത് സ്റ്റാൻഡേർഡ് ഫോമിലായി 2.18. ഈ താഴെയുള്ളത് ഡിവൈഡഡ് ബൈ 10⁻⁴ എന്ന് വരും. അത് മുകളിൽ വരുമ്പോൾ ആദ്യമേ ഞാനെന്നാ പറഞ്ഞേ ഡിവൈഡഡ് ബൈ 1/10⁻⁴ ആണെങ്കിൽ മുകളിൽ വരുമ്പോൾ 10⁻⁻⁴ വരും. ഇവിടെ 2.18 ഇൻറ്റു 10⁻⁻⁴ വരും. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഇവിടെ എത്ര സ്ഥാനം വലത്തോട്ട് മാറിയോ അതിനനുസരിച്ച് പവർ ഇവിടെ കൊടുത്താൽ മതി, മൈനസ് പവർ. ഇവിടെ 1 2 3 4 4 മാറിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോമിൽ വരും. ഡെസിമലിന് മുമ്പ് ഒരു സംഖ്യ വരണ്ടേ. അപ്പോൾ എത്ര സ്ഥാനമാണോ മാറിയോ ഇൻറ്റു 10⁻⁴ അത്രയും. ഇവിടെ 4 സ്ഥാനമായതുകൊണ്ട് ഇൻറ്റു 10⁻⁻⁴. ഇവിടെ 5 സ്ഥാനമാണ് മാറുന്നതെങ്കിൽ 2.18 ഇൻറ്റു 10⁻⁻⁵. അത് എത്രയാണോ നമുക്ക് ആ സ്റ്റാൻഡേർഡ് ഫോമിൽ വരാൻ അതിനനുസരിച്ച് വരും. പെർസെൻറ്റേജ് ശതമാനം കാണുന്നത് എങ്ങനെ നോക്കാം. ശതമാനം ഇപ്പോൾ 25% എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാ 100നെ ബേസാക്കി പറയുന്നതാണ് 25/100. 6% എന്ന് പറഞ്ഞാൽ 6/100. 10% എന്ന് പറഞ്ഞാൽ 10/100. ഇപ്പോൾ ആ ഒരു സംഖ്യയുടെ ശതമാനം ഒരാളൊരു ബാങ്കിൽ 6% ഇയർലി ഇൻട്രസ്റ്റിൽ 50,000 രൂപ നിക്ഷേപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വർഷം കിട്ടുന്ന പലിശ എത്ര? പലിശ കാണാൻ എന്ത് ചെയ്യണം? 50,000ൻ്റെ 6%, അതായത് 6/100. എത്ര രൂപ കിട്ടും? 630. 3000 പലിശ.
പലിശ എമൗണ്ടും കൂടെ കൂട്ടിയുള്ള ആകെ ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്ന അറിയണമെങ്കിൽ 50,000 അതിൻ്റെ കൂടെ 3,000 കൂടെ കൂട്ടിയാണ് അയാൾക്ക് ആ അടുത്ത വർഷമുള്ള എമൗണ്ടും പലിശയും കൂടെ. അതായത് 60% ഓഫ് 2,500 എന്ന് പറഞ്ഞാൽ 60/100 ഇൻറ്റു 2,500. 100 ക്യാൻസലാക്കി 25,6. 150 ഇത്ര. പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ 60% ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഒരു 15% ഓഫ് 500 എന്ന് പറഞ്ഞാൽ 15% മീൻസ് 100 ഇൻറ്റു 500 അപ്പോൾ ഈക്വൽ ടു 75. നെക്സ്റ്റ് 98 ഇൻറ്റു 102. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇത് 100നെ ബേസ് ചെയ്ത് എഴുതാം. 100 - 2 ഇൻറ്റു 100 + 2. നമുക്കൊരു ആൾജിബ്രൈക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. a + b ഇൻറ്റു a - b ഈക്വൽ ടു a² - b². ആ മോഡലിലാണ്. അതുകൊണ്ട് a², അതായത് 100ൻ്റെ സ്ക്വയർ മൈനസ് ഇത്, അതായത് ഇതിൽ നിന്ന് കുറയ്ക്കുന്നതായിരിക്കും ആൻസർ. മറ്റേത് ചെയ്ത് നോക്കാൻ നിൽക്കണ്ട. ഇതായിരിക്കും ആൻസർ. നെക്സ്റ്റ് ഒരു ആൾജിബ്രൈക്ക് ഐഡൻറ്റിറ്റി ആണ്. a + b ² ഈക്വൽ ടു a² + 2ab + b². ഒരു ക്വസ്റ്റ്യൻ 0.25 ഇൻറ്റു 0.25 + 2 ഇൻറ്റു 0.25 ഇൻറ്റു 0.75 + 0.75 ഇൻറ്റു 0.75. അന്നേരം നമുക്ക് ഈ ആൾജിബ്രൈക്ക് ഐഡൻറ്റിറ്റി മനസ്സിൽ ഓടണം, എന്നാലേ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂ. അതായത് a², അതായത് 0.25² + 2 ഇൻറ്റു a ഇൻറ്റു b + b² മോഡലിലാണ്. a² + 2ab + b² മോഡലിൽ. a ഇവിടെ 0.25. ഇത് ഏത് മോഡലിൽ വരും അത് ഞാനത് മനസ്സിലാക്കാൻ എഴുതുന്നുള്ള, നമ്മൾ എഴുതണ്ട, അത് മനസ്സിലാക്കിയാൽ മതി. പ്ലസ് 2 ഇൻറ്റു 0.25 ഇൻറ്റു 0.75 പ്ലസ് 0.75². ഇത് നമ്മളെ കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ കുത്തിയിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂർ എടുക്കും. ഇത് a² + 2ab + b² മോഡലിലാണ്. അതായത് a + b ² എയുടെ സ്ഥാനത്ത് 0.25 + 0.75² ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1.00, ദാറ്റ് ഈസ് 1². അപ്പം 1 ആണ് അതിൻ്റെ ആൻസർ. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയാണെന്നത് ഇങ്ങനെ പറഞ്ഞില്ല. a + b ഇൻറ്റു a - b മോഡലും വരും, a + b ² വരും. പിന്നെ ഈ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ കുറേ സംഖ്യകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഡിവിസിബിലിറ്റി, ഇപ്പോൾ 3യുടെയും 9ൻ്റെയും ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരു വലിയ സംഖ്യ വന്നിട്ട് അത് 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ 9 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ അക്കങ്ങളെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഈ സംഖ്യ 3 വെച്ച് ഡിവിസിബിൾ ആണ്. വേറെ 3യുടെ ഒരു മൾട്ടിപ്പിൾ ഡിവിഷൻ വന്നേക്കുന്നതെങ്കിൽ 3 വെച്ച് ഡിവിസിബിൾ ആണ്. കാരണം ഇത് ആഡ് ചെയ്ത് നോക്കുക എല്ലാ സംഖ്യകളും കൂടെ. 1 + 2 + 5 + 6 + 1 15 വരും അതിൻ്റെ സമ്മ്. അതൊരു 3യുടെ മൾട്ടിപ്പിൾ, 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലുമ്പോൾ, ഗുണനപ്പട്ടി ചെല്ലുമ്പോൾ കിട്ടുന്നതാണ്. അങ്ങനെ വന്നതുകൊണ്ട് ഈ വലിയ സംഖ്യ 3 വെച്ച് ഡിവിസിബിൾ ആണ്. 3 വെച്ച് നമുക്ക് കട്ടാക്കാൻ പറ്റും. അതേ നിയമം തന്നെയാണ് 9 വെച്ചും. ഈ സംഖ്യകളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. 2 + 8 + 2 + 6 അതായത് 18 വരും. 18 എന്ന് പറയുന്നത് 3 വെച്ചും കട്ട് ചെയ്യാൻ പറ്റും, 9 വെച്ചും കട്ട് ചെയ്യാൻ പറ്റും. അതായത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. 9 1s are 9, 9 2s are 18.
അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 27 വന്നു എന്നിരിക്കട്ടെ. അപ്പോഴും 9 വെച്ച് ആ നമ്പർ കട്ട് ചെയ്യാൻ പറ്റും. 3 വെച്ച് ഡിവിസിബിൾ ആണോ 9 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആ നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. നമ്പറെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് 3, 6, 9, 12 എക്സെട്ര അങ്ങനെ അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ, ഡിജിറ്റ്സ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നെങ്കിൽ, കൂട്ടുമ്പോൾ കിട്ടുന്നെങ്കിൽ 3 വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സംഖ്യ വരുന്നു. അപ്പോൾ അത് 2826/80 എന്നൊരു പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്നോന്ന് 2, 10, 2, 12, 6, 18. അപ്പോൾ പറ്റും. ഇവിടെയും 18. അപ്പോൾ 9 വെച്ച് ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യാം 9 വെച്ച്. കണ്ട സിമ്പിളായി. കണ്ടോ 314/2 അതിൻ്റെ 2 നോക്കിയാൽ മതി. 57 എളുപ്പം ചെയ്യാൻ പറ്റും നമുക്ക്. 9 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ 3 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ സമ്മെല്ലാം കൂടെ, ആ വലിയ ഡിജിറ്റിൻ്റെ സമ്മ്, ഓരോ എല്ലാ അക്കങ്ങളും കൂടെ ആഡ് ചെയ്താൽ 3യുടെ മൾട്ടിപ്പിൾ വരുന്നെങ്കിൽ 3, 6, 9, 12 അങ്ങനെ വരുന്നെങ്കിൽ 3 വെച്ച് ഡിവിസിബിൾ ആണ് നമ്പർ. നമുക്ക് 3 വെച്ചാൽ അടിയിൽ 24 എന്നോ ഒക്കെ ആണെങ്കിൽ വലിയൊരു സംഖ്യ ആണെങ്കിൽ നമുക്ക് 3 വെച്ച് രണ്ടും കട്ട് ചെയ്യാം. അതുപോലെ 9 വെച്ചും തന്നിരിക്കുന്ന സംഖ്യയിലെ വലിയ സംഖ്യയിലെ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ വരുവാണെങ്കിൽ 9 വെച്ച് കട്ട് ചെയ്യാം. നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 4. ലാസ്റ്റ് 2 സംഖ്യ, എത്ര വലിയ സംഖ്യ ആയാലും അതിൻ്റെ ലാസ്റ്റ് 2 സംഖ്യ ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ, ഒരു ഉദാഹരണം പറയാം. 2, 5, 2, 7, 32. ഈ സംഖ്യ നമുക്ക് 4 വെച്ച് കട്ട് ചെയ്യാം. കാരണം ലാസ്റ്റ് 2 സംഖ്യ എന്ന് പറയുന്നത് 32 ആണ്. 32 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സംഖ്യ നമുക്ക് 4 വെച്ച് കട്ട് ചെയ്യാം. ബൈ 32 എന്നൊക്കെ വരുവാണെങ്കിൽ 4 വെച്ച് കട്ട് ചെയ്ത് പെട്ടെന്ന് കണക്ക് ചെയ്യാൻ പറ്റും. 4 വെച്ച് ഡിവിസിബിൾ ആണെന്ന് നോക്കാൻ, ഇഫ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് വേണ്ടി 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 4 വെച്ച്. വേറൊരു എക്സാമ്പിൾ പറയാം. 40. ഇതിൻ്റെ ലാസ്റ്റ് 2 ഇത് 40 ആണ്. ഇവിടെ 40ലാണ്. അപ്പോൾ നമുക്ക് ഈ സംഖ്യ 4 വെച്ച് ഡിവിസിബിൾ ആണ്. നെക്സ്റ്റ് 8 വെച്ച് ഡിവിസിബിൾ ആണെന്ന് നോക്കാൻ, ഈ സംഖ്യ 8 വെച്ച് ഡിവിസിബിൾ ആണ്. 4ൻ്റെ പറഞ്ഞ പോലെ ഈ ലാസ്റ്റ് 2, അതായത് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കണം 8 വെച്ച് നോക്കാൻ. അതായത് 248. ഇതും 8 വെച്ച് ഡിവിസിബിൾ ആണ്. 248 എന്ന് പറയുന്ന നമ്പർ 8 വെച്ച് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് ഈ വലിയ സംഖ്യ നമുക്ക് 8 വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്. 11ൻ്റെ ഡിവിസിബിലിറ്റി നോക്കാൻ, 121 എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ സമ്മ് നോക്കണം. 1 + 1 2, മറ്റേത് 1 ഉള്ളൂ. ഈ ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിൻ്റെ സമ്മ് കണ്ടിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ 0, 11, 22, 33 എക്സെട്ര വരുവാണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ്, എത്ര വലിയ നമ്പർ ആണെങ്കിലും ആ നമ്പർ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 11. നമുക്ക് 11 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഒന്നടെ വിട്ട സംഖ്യകൾ എല്ലാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ 0യോ 11ഓ 22, 33 അങ്ങനെ 11ൻ്റെ മൾട്ടിപ്പിൾസ് വരുവാണെങ്കിൽ ആ വലിയ സംഖ്യ നമുക്ക് 11 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് 26 സ്ക്വയർ കാണാൻ. ഇത് 26 × 26 ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേന് കുറേ സമയം പിടിക്കും. 6ൻ്റെ സ്ക്വയർ എഴുതുക 36, 2ൻ്റെ സ്ക്വയർ എഴുതുക 4, എന്നിട്ട് ഇത് 3 കൂടി ഇൻറ്റു ചെയ്യുക. 2 2 6 24. 1's പ്ലേസ് വിട്ട് എഴുതുക, ആഡ് ചെയ്യുക. 676. വേറെണ്ണം നോക്കാം. 15 സ്ക്വയർ. ആദ്യം 5ൻ്റെ സ്ക്വയർ എഴുതുക, പിന്നെ 1ൻ്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഇത് 3 കൂടി ഇൻറ്റു ചെയ്യുക. 2ഉം 5ഉം 1ഉം കൂടെ, എന്നിട്ട് 1's പ്ലേസ് വിട്ടിട്ട് എഴുതുക, എന്നിട്ട് ആഡ് ചെയ്യുക. 225. നെക്സ്റ്റ് 35ൻ്റെ സ്ക്വയർ. ആദ്യം 5ൻ്റെ സ്ക്വയർ എഴുതുക, പിന്നെ 3യുടെ സ്ക്വയർ എഴുതുക, പിന്നെ ഇത് 3ഉം കൂടെ ഇൻറ്റു ചെയ്ത 2ഉം 5ഉം 3ഉം കൂടെ 31's പ്ലേസ് വിട്ടിട്ട് എഴുതുക, ആഡ് ചെയ്യുക. ഇതാണ് സ്ക്വയർ. സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പ വഴി. ഡെസിമൽസ് 2 5 6 1 ഡിവൈഡഡ് ബൈ 10 ആണെങ്കിൽ വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അതായത് 256 ഇടത്തോട്ട് ഒരു സ്ഥാനം മാറ്റി. 2 5 6 1 ഡിവൈഡഡ് ബൈ 100 ആണെങ്കിൽ ഇത്ര 0 ഉണ്ടെന്ന് നോക്കിയാൽ മതി. 2 സ്ഥാനം മാറ്റി കുത്തിടുക. 6 1 2 മാറ്റി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. ഇനി 1 2 5 3 4 ഡിവൈഡഡ് ബൈ 1000 ആണെങ്കിൽ റൈറ്റിൽ നിന്ന് 3 സ്ഥാനം മാറ്റി കുത്തിടുക. ലെഫ്റ്റിലോട്ട്. ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ പോയിൻ്റ് കിടക്കുന്നിടത്തുനിന്ന് റൈറ്റിലേക്കാണ് ഡെസിമൽ പോയിൻ്റ് മാറുക. ഡിവിഷൻ ആണെങ്കിൽ ലെഫ്റ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇൻറ്റു ആണെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയിൻ്റ് മാറുക. നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ ഫലപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.